ഈ വീഡിയോയിൽ ഫയൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഇതുവരെയും പൈത്തൺ സ്റ്റാൻഡേർഡ് ഇൻപുട്ട്, സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്നീ രീതികളിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഉപയോഗിച്ചിരുന്നത്. അതായത് കീബോർഡുമായി ബന്ധപ്പെട്ട ഇൻപുട്ട്, അതുപോലെ ഡിസ്പ്ലേ സ്ക്രീനുമായി ബന്ധപ്പെട്ട ഔട്ട്പുട്ട്. ഇത് രണ്ടുമാണ് ഏറ്റവും അടിസ്ഥാനപരമായ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്. എന്നാൽ നമുക്കറിയാം, ഒരു കമ്പ്യൂട്ടറിനകത്ത് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഡാറ്റ പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യണമെങ്കിൽ അത് ഫയൽസിനകത്ത് സ്റ്റോർ ചെയ്യണം. വലിയ വലിയ പ്രോഗ്രാംസും അതുപോലെ വലിയ വലിയ പ്രൊജക്റ്റും എല്ലാം ചെയ്യുമ്പോൾ ഡാറ്റ അല്ലെങ്കിൽ ഇൻഫർമേഷൻ പെർമനൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യേണ്ടി വരും. അവിടെ നമുക്ക് ഫയൽസിനകത്താണ് സ്റ്റോർ ചെയ്യേണ്ടത്. സാധാരണ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് എല്ലാം ടെമ്പററി ആണ്, റാമിനകത്താണ് സ്റ്റോറേജ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പെർമനൻറ്റ് സ്റ്റോറേജ് വരുന്നില്ല. എന്നാൽ ഒരു ദിവസം നമ്മൾ ഒരു ഡാറ്റ ഉപയോഗിക്കുന്നു, അത് വീണ്ടും നമുക്ക് റീഡ് ചെയ്യണം, റൈറ്റ് ചെയ്യണം, അതേപോലെ പെർമനൻ്റ് ആയിട്ട് സ്റ്റോറേജ് വേണം. ഇങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം ഫയൽസുമായിട്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലും 3 ഓപ്പറേഷൻസ് ആണ് ഫയലുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത്. ആദ്യം ഓപ്പൺ ചെയ്യുന്നു, അതിനുശേഷം റീഡ് അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുന്നു, അതിനുശേഷം ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു രീതിയിലാണ്, ഈ ഒരു ഓർഡറിലാണ് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ചെയ്യുന്നത്. പൈത്തണിലും ഈ ഒരു ഓർഡറിലാണ് പോകുന്നത്. ഓപ്പൺ ചെയ്യുക, ഓപ്പറേഷൻ നടത്തുക, ക്ലോസ് ചെയ്യുക. പൈത്തൺ ലാംഗ്വേജിൽ 7 ഫയൽ മോഡ്സ് ഉണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ഫയൽ എങ്ങനെ ഓപ്പൺ ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ റൈറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ കുറേയധികം ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ കുറേയധികം ഫയൽസിനെ ലാംഗ്വേജിൽ കൈകാര്യം ചെയ്യാൻ കഴിയും. ഏറ്റവും ആദ്യം നോക്കുന്നത് ടെക്സ്റ്റ് ഫയലാണ്. എങ്ങനെ ഒരു ടെക്സ്റ്റ് ഫയൽ കൈകാര്യം ചെയ്യാൻ കഴിയും. പിന്നീട് നോക്കുന്നത് ഇമേജ്, എക്സിക്യൂട്ടബിൾ ഫയൽസ്, ഇങ്ങനെയുള്ളതും നമുക്ക് പൈത്തണിനകത്ത് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ഓപ്പറേഷൻ R ആണ്. അതാണ് ഡീഫോൾട്ട് ആയിട്ടുള്ള ഫയലിൻ്റെ മോഡ്. അപ്പോൾ നമ്മളൊരു ഫയൽ എങ്ങനെ ഓപ്പൺ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ഈ മോഡിനനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ മോഡ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഡിഫോൾട്ടായിട്ട് R ആണ്. ഒരു ഫയൽ വായിക്കാൻ വേണ്ടി മാത്രമാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് R എന്ന മോഡ് ഉപയോഗിക്കാം. അതാണ് ഡിഫോൾട്ട്. രണ്ടാമത്തത്, നമ്മൾ എന്തെങ്കിലും ഫയൽ ഓപ്പൺ ചെയ്യുന്നു, അതിന് കണ്ടൻറ്റ് അല്ലെങ്കിൽ റൈറ്റിംഗ് വേണ്ടി വരുന്നു. അപ്പോഴാണ് നമ്മൾ രണ്ടാമത്തെ മോഡായ W ഉപയോഗിക്കുന്നത്. എന്തെങ്കിലും കണ്ടൻറ്റ് നമുക്ക് റൈറ്റ് ചെയ്യണമെങ്കിലാണ് W ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫയൽ ഓൾറെഡി ഇല്ലെങ്കിൽ അതൊരു ഫയലിനെ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യുന്നു. ഇനി ഫയൽ ഉണ്ടെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് റൈറ്റിംഗ് നടത്തുന്നു. ഇതാണ് W കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത്. മൂന്നാമത്തത് X ആണ്. അത് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഫയൽ ഉണ്ടെങ്കിൽ അത് ഈ ഓപ്പറേഷൻ X എന്നുള്ള ഓപ്പറേഷൻ അത് ഫെയിലായി പോകും. അതുകൊണ്ട് അപ്പോൾ അത് ഉപയോഗിക്കാതിരിക്കുക. അതായത് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് X എന്നുള്ള ഫയൽ മോഡ് ഉപയോഗിക്കുന്നത്. അടുത്തത് A ആണ്. നമുക്കിപ്പോൾ ഒരു ഫയലുണ്ട്, അതിൽ കണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്യാതെ അല്ലെങ്കിൽ ട്രങ്കേറ്റ് ചെയ്യാതെ നമുക്ക് താഴെ പോയി ആഡ് ചെയ്യണമെങ്കിൽ അപ്പൻഡ് മോഡിൽ നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടി വരും. അതാണ് A എന്നുള്ളത് ഉപയോഗിക്കുന്നത്, അപ്പൻഡ്. ഇനി ഫയൽ ഇല്ലെങ്കിൽ ഒരു ഫയൽ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അതാണ് A എന്നുള്ള മോഡ് ചെയ്യുന്നത്. സാധാരണ അപ്പൻഡ് മോഡ് നമ്മൾ ഫയലിൻ്റെ കണ്ടൻറ്റിൻ്റെ താഴെ കൊണ്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൻഡ് മോഡ് ഉപയോഗിക്കുന്നത്.
അടുത്ത ടി എന്നുള്ളതാണ് ടെക്സ്റ്റ് മോഡ്. അപ്പോൾ നേരത്തെ പറഞ്ഞു രണ്ട് മോഡിലുള്ള ഫയലിനെയും ഫയൽ കണ്ടന്റിനെയും പൈത്തൺ ഹാൻഡിൽ ചെയ്യാൻ കഴിയും. ഒന്ന് ടെക്സ്റ്റ് മോഡ്, സാധാരണ ടെക്സ്റ്റ് കണ്ടന്റ് ഉള്ളതാണ് ടെക്സ്റ്റ് മോഡ്. അടുത്തത് ബി ആണ്, ബൈനറി മോഡാണ്. ഇമേജ്, എക്സിക്യൂട്ടബിൾ ഫയൽസ് തുടങ്ങിയ കണ്ടന്റ്സ് ആണ് ബൈനറി മോഡ് വഴി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഒന്ന് ടെക്സ്റ്റ് ഫയൽസ്, മറ്റുള്ളത് നോൺ ടെക്സ്റ്റ് ഫയൽസ്. അതാണ് ബി എന്നുള്ള മോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് പ്ലസ് ആണ്. ഒരു ഫയലിനെ സാധാരണ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലസ് മോഡ് ഉപയോഗിക്കുന്നത്. റീഡും റൈറ്റും അവിടെ ചെയ്യാൻ കഴിയും. അപ്പോൾ അപ്ഡേറ്റിംഗ് വേണ്ടി വരുമ്പോഴാണ് പ്ലസ് എന്നുള്ള മോഡ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ 7 മോഡിലാണ് ഫയൽ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്ക് തീരുമാനിക്കണം എന്താണ് നമ്മുടെ ഉദ്ദേശം. ആ ഉദ്ദേശം സാക്ഷാത്കരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഏതെങ്കിലും ഒരു ഫയൽ മോഡ് അവിടെ ഉപയോഗിക്കുന്നു. അതിൻ്റെ കൂടെ ഓപ്പറേഷൻസ് കൂടെ ഉപയോഗിക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഫയൽ മോഡ്സ് എന്തിനാണെന്ന് കൃത്യമായിട്ട് അറിയണം. എന്നിട്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. ഇതാണ് മോഡ്സിൻ്റെ ഫുൾ സെറ്റ്. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ 7 മോഡ്സ് ഉപയോഗിച്ചുകൊണ്ട്, അതിൻ്റെ കോമ്പിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഫയൽ ഓപ്പൺ ചെയ്യാൻ കഴിയും. ഇവിടെ 12 രീതിയിലാണ് ഓപ്പണിംഗ് പറയുന്നത് ഫയൽസിൻ്റെ. ഒന്നാമത്തത് R ആണ്. റീഡിംഗ് പർപ്പസിന് വേണ്ടി ഓപ്പൺ ചെയ്യുമ്പോഴാണ് R ഉപയോഗിക്കുന്നത്. RB ആണ് രണ്ടാമത്തത്. അത് ബൈനറി ഫോർമാറ്റിന് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണ്. അതുകൊണ്ടാണ് അതിനെ RB എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തേത് R ആണ്. രണ്ടാമത്തത് ബൈനറി ഫോർമാറ്റ് കൂടി വരുമ്പോൾ അവിടെ RB എന്നുള്ള ഓപ്പണിംഗ് മോഡ് ഉപയോഗിക്കുന്നു. മൂന്നാമത്തേത് R+ ആണ്. അവിടെ റീഡിങ്ങും റൈറ്റിങ്ങും നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് R+ ചെയ്തിട്ടുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞു അപ്ഡേറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് പ്ലസ് ഉപയോഗിക്കുന്നത്, R റീഡിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ R+ കൊടുക്കുമ്പോൾ അത് റീഡിങ്ങിനും റൈറ്റിങ്ങിനും വേണ്ടി ഓപ്പൺ ചെയ്യുന്ന അപ്ഡേറ്റിംഗ് പോലെ അവിടെ വരുന്നു. നാലാമത്തത് RB+ ആണ്. അത് ബൈനറി ഫോർമാറ്റാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. മൂന്നാമത്തേൻ്റെ ഒരു ബൈനറി എക്സ്റ്റൻഷനാണ് RB+. ആദ്യത്തെ 4 കേസിലും ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഫയൽ ഹാൻഡിൽ ബിഗിനിങ്ങിലാണ് വരിക. ഫയലിൻ്റെ ബിഗിനിങ്ങിലാണ് ഫയൽ ഹാൻഡിൽ വരിക. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് മുതലാണ് അതിൻ്റെ ഓപ്പറേഷൻസ് വരുന്നത്. അഞ്ചാമത്തത് W ആണ്, റൈറ്റിംഗ് പർപ്പസ് ആണ്. അവിടെ ഫയൽ ഉണ്ടെങ്കിൽ അതിനെ ഓവർ റൈറ്റ് ചെയ്യുന്നു. ഫയൽ ഇല്ലെങ്കിൽ പുതിയ ഒരെണ്ണം ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യുന്നു. അതാണ് അഞ്ചാമത്തെ W കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പർപ്പസ് ഇതാണ്, റൈറ്റിംഗ് ആണ്. ആറാമത്തത് WB ആണ്. അതേ സെയിം അഞ്ചാമത്തെ സെയിം കാര്യങ്ങളാണ് ആറാമത്തേൽ വരുന്നത്. ഒരു വ്യത്യാസമേ ഉള്ളൂ, അത് ബൈനറി ഫോർമാറ്റിലുള്ള റൈറ്റിംഗ് ആണ്. അതുകൊണ്ടാണ് WB വരുന്നത്. ഏഴാമത്തത് W+ ആണ്. അത് അതിൻ്റെ റീഡിങ് റൈറ്റിങ്ങിൻ്റെ വെർഷനാണ്. 5ഉം 6ൻ്റെയും റീഡിങ് റൈറ്റിംഗ് വെർഷനാണ് W+. ഇനി അത് തന്നെ ബൈനറി ഫോർമാറ്റ് ആണെങ്കിൽ അത് WB+ എന്ന് സൂചിപ്പിക്കുന്നു. അതാണ് എട്ടാമത്തേത്. ഒമ്പതാമത്തത് വ്യത്യസ്തമാണ്. അത് അപ്പെൻഡിങ് മോഡിലുള്ള, അത് മോഡ് നേരെ കൊടുക്കുന്നതാണ്. അപ്പെൻഡിങ് മോഡാണ് ഒമ്പതാമത്തേത്. അപ്പോൾ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഒമ്പതാമത്തിൽ അപ്പെൻഡിങ് വരുമ്പോൾ ഫയൽ പോയിന്റർ അറ്റ് ദി എൻഡ് ഓഫ് ദി ഫയലാണ്. ശ്രദ്ധിക്കുക, കാരണം ഫയൽ പോയിന്റർ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഫയൽ പോയിന്റർ എവിടെ വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ കണ്ടൻസിനെ മാറ്റുമോ ഇല്ലേ എന്ന് തീരുമാനിക്കുന്നത്. ഫയൽ പോയിന്റർ സ്റ്റാർട്ടിങ്ങിലാണ്, ബിഗിനിങ് ഓഫ് ദ ഫയൽ ആവാം, അതുപോലെ എൻഡ് ഓഫ് ദി ഫയൽ ആവാം. അപ്പോൾ ബിഗിനിങ് ഓഫ് ദ ഫയൽ ആണെങ്കിൽ നമുക്കറിയാം അത് ഓവർ റൈറ്റ് ചെയ്യും. എന്നാൽ എൻഡ് ഓഫ് ദി ഫയൽ ആണെങ്കിൽ അതിന് കണ്ടന്റ് പോകുന്നില്ല, അതിനെ അപ്പൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഒമ്പതാമത്തെ എയിൽ ഫയൽ കണ്ടന്റ് പോകുന്നില്ല, അത് അപ്പൻഡ് മോഡാണ്, ഓവർ റൈറ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ ഫയൽ പോയിന്റർ അറ്റ് ദി എൻഡ് ഓഫ് ദി ഫയലാണ്.
പത്താമത്തത് എ ബി ആണ്. എ ബിക്കകത്ത് സെയിം കാര്യങ്ങൾ തന്നെ, അത് ബൈനറി ഫോർമാറ്റ് ആണ്, ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. 11ാമത്തത് എ പ്ലസ് ആണ്. അപ്പൻഡിങ്ങിനും റീഡിങ്ങിനും വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഓപ്പൺ ചെയ്യാൻ കഴിയും. അപ്പോൾ അതിനു വേണ്ടിയാണ് എ പ്ലസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫയൽ പോയിന്റർ എൻഡ് ഓഫ് ദി ഫയൽ ആണ്, പർപ്പസ് റീഡിംഗ് ആണ്. ഏറ്റവും അവസാനത്തെ മോഡാണ് എ ബി പ്ലസ്, അവിടെ അപ്പൻഡിങ് ആണ്, റീഡിംഗ് ആണ് ഉദ്ദേശം, എന്നാൽ അത് ബൈനറി ഫോർമാറ്റിലാണ്. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു 12 മോഡ്സിലാണ് ഫയൽ ഓപ്പറേഷൻസ് പൈത്തൺ ലാംഗ്വേജിൽ നടക്കുന്നത്. ഫയലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ആട്രിബ്യൂട്ട്സിനെയാണ് ഫയൽ ഒബ്ജക്റ്റ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. ഒരു ഫയൽസിൻ്റെ ബേസിക് ഇൻഫർമേഷൻ ഫയൽ ഓപ്പൺ ചെയ്താൽ കിട്ടും. ഇതുപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഫയൽ ക്ലോസ്ഡ് ആണോ ഓപ്പൺ ആണോ, അല്ലെങ്കിൽ അതിൻ്റെ മോഡ് എന്താണ്, ആ ഫയലിൻ്റെ പേരെന്താണ്, ഇങ്ങനെയുള്ള കുറച്ച് ഇൻഫർമേഷൻസ് കിട്ടും. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആട്രിബ്യൂട്ട്സ്, ഫയൽ ഒബ്ജക്റ്റ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയും. അപ്പോൾ ആദ്യത്തേത് ഫയൽ ഡോട്ട് ക്ലോസ്ഡ് ആണ്. അത് ട്രൂ ആകുന്നത് ഫയൽ ക്ലോസ്ഡ് ആകുമ്പോഴാണ്. അപ്പോൾ ഓപ്പൺ ആണെങ്കിൽ അത് ഫോൾസ് ആയിരിക്കും. ഇപ്പോൾ ക്ലോസ്ഡ് ആകുമ്പോൾ ഫയൽ ഡോട്ട് ക്ലോസ് ട്രൂ, അല്ലെങ്കിൽ ഫോൾസ്. ഓപ്പൺ ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്, അതുകൊണ്ടത് ഫോൾസ് ആയിരിക്കും. ഇനി ഫയൽ ഡോട്ട് മോഡ് നോക്കാം. അത് നേരത്തെ പറഞ്ഞ മോഡിൽ ഒന്നായിരിക്കും. അപ്പോൾ ഒരു ഫയൽ ഓപ്പൺ ചെയ്താൽ നമുക്ക് അതിന് മോഡ് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയും. അതേപോലെ പേര് ഫയൽ ഡോട്ട് നെയിമിലൂടെ നമുക്ക് കിട്ടും, അതാണ് ഫയൽ ഡോട്ട് നെയിം. കൂടാതെ 4ാമത്തെ ഫയൽ ഡോട്ട് സോഫ്റ്റ് സ്പേസ് എന്നൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അത് പ്രിൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ഫോൾസ് ആവുന്നത് പ്രിൻ്റ് ചെയ്യുമ്പോൾ സ്പേസ് വേണമോ എന്ന് തീരുമാനിക്കുന്നു. ഉണ്ടെങ്കിൽ അത് ഫോൾസ് ആണ്, അല്ലെങ്കിൽ അത് ട്രൂ ആയി വരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഫയലിനെ കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷൻ നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്നു. ഇനി ഓപ്പണിംഗ് നോക്കാം. എങ്ങനെ ഒരു ഫയൽ ഓപ്പൺ ചെയ്യാം, ക്ലോസ് ചെയ്യാം. ഇതാണ് ഏറ്റവും ബേസിക് ഓപ്പറേഷൻ. ഫയൽ ഓപ്പൺ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. അതിനിടയ്ക്കാണ് പിന്നീട് എന്തെങ്കിലും ഓപ്പറേഷൻസ് വരുന്നത്. അപ്പോൾ ഓപ്പൺ ചെയ്യുക, ഓപ്പറേഷൻസ് നടത്തുക, ക്ലോസിങ് ചെയ്യുക. ഫയൽ ഓപ്പൺ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫയൽ ഒബ്ജക്റ്റ് ഈക്വൽ ടു ഓപ്പൺ. നിർബന്ധമായിട്ടുള്ളത് ഫയൽ നെയിമാണ്, മറ്റുള്ളത് രണ്ടും ഓപ്ഷണലാണ്. രണ്ടാമത്തത് ആക്സസ് മോഡ്, മൂന്നാമത്തത് ബഫറിംഗ്. ഫയൽ നെയിം നമുക്കറിയാം, ഫയലിൻ്റെ പേരാണ് ഫയൽ നെയിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആക്സസ് മോഡ് നമുക്കറിയാം, നേരത്തെ കൊടുത്ത ആക്സസ് മോഡിൽ ഒന്ന് നമുക്കിവിടെ രണ്ടാമത്തെ ഓപ്ഷനായിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് ഡിഫോൾട്ട് മോഡായ ആറിലേക്ക് പോകുന്നു. മൂന്നാമത്തത് ബഫറിംഗ് ആണ്. ബഫറിംഗ് സിസ്റ്റത്തിൽ ഉണ്ടാകും. ആ സിസ്റ്റത്തിൻ്റെ ബഫറിംഗ് നോക്കിയിട്ടാണ് ഫയൽ ബഫറിംഗ് നടക്കുന്നത്. പക്ഷേ നമുക്ക് പൈത്തണിൽ സെറ്റ് ചെയ്യാൻ കഴിയും. പല ലാംഗ്വേജിലും ഒരു ബഫറിങ്ങിൻ്റെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ സിസ്റ്റത്തിൻ്റെ ഒരു ഡിഫോൾട്ട് ബഫർ സൈസാണ് ബഫറിങ്ങിന് വേണ്ടി. ഒരു ഫയലിൻ്റെ ഓപ്പറേഷൻസ് ഓപ്പൺ ചെയ്യുമ്പോൾ റീഡ്, റൈറ്റ് ഇതെല്ലാം ഒരു ബഫർ സൈസ് അവിടെ സിസ്റ്റം ഡിഫോൾട്ടായിട്ടാണ് ബന്ധപ്പെട്ട ഓപ്പറേഷനായിട്ടാണ് കണക്കാക്കുന്നത്. എന്നാൽ പൈത്തണിൽ കുറച്ച് കൺട്രോൾ നമുക്ക് അതിൻ്റെ ഭാഗത്തുണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഈ മൂന്നാമത്തെ ഭാഗം ഉപയോഗിക്കുന്നത്. ഫയൽ നെയിമും ആക്സസ് മോഡും കഴിഞ്ഞിട്ട് ബഫറിംഗ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. 0 വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം ബഫറിംഗ് വാല്യൂ ആയിട്ട്. ബഫറിംഗ് ഇല്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. നോ ബഫറിംഗ് ആണ് അവിടെ 0 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി 1 കൊടുത്താൽ ലൈൻ ബഫറിംഗ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ബഫറിംഗ് വാല്യൂ 1, ഫയലിൽ നിന്നും ലൈനായിട്ട് ബഫറിംഗ് നടത്തുന്ന ഒരു രീതിയാണ് സൂചിപ്പിക്കുന്നത്.
0ഉം 1ഉം അല്ലാതെ അതിലും വലിയ വാല്യൂ, 1നെക്കാട്ടും വലിയ വാല്യൂ കൊടുത്താൽ അത് അതിൻ്റെ ബഫർ സൈസാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഏത് സൈസാണോ കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ചുള്ള ബഫർ, 10 256 8 അങ്ങനെ എന്ത് ബഫർ സൈസാണോ കൊടുക്കുന്നത് അതിനനുസരിച്ച് അവിടെ ബഫറിങ് നടക്കും. ഇനി നമുക്ക് നെഗറ്റീവ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അത് സൂചിപ്പിക്കുന്നത് സിസ്റ്റം ഡീഫോൾട്ട് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ബഫറിങ് സെറ്റ് ചെയ്യുന്നത്. 0 1 ഗ്രേറ്റർ ദാൻ 1 പിന്നെ നെഗറ്റീവ്, ഇങ്ങനെ 4 രീതിയിൽ നമുക്ക് ബഫറിങ് സെറ്റ് ചെയ്യാൻ കഴിയും. അത് ഡിഫോൾട്ട് വാല്യൂ ഉണ്ട്, അതുകൊണ്ട് നമ്മളത് കൊടുക്കണമെന്നില്ല ബഫറിങ്. അത് വളരെ അത്യാവശ്യമുള്ള ഘട്ടങ്ങളിൽ മാത്രം നമ്മൾ ബഫറിങ് കൊടുത്താൽ മതിയാകും. ഒരു എക്സാമ്പിൾ, fo is equal to open myfile.txt r. ഫയൽ നെയിം കൊടുത്തിട്ടുണ്ട്, ആക്സസ് മോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൈ ഫയൽ എന്ന ടെക്സ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്യാനുള്ള ഒരു എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ആക്സസ് മോഡ് r എന്ന് കൊടുത്തിട്ടുണ്ട്, റീഡിംഗ് പർപ്പസ്. ഇങ്ങനെയാണ് ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്നത്. അടുത്തത് ക്ലോസിംഗ് നോക്കാം. സിൻടാക്സ് ഫയൽ ഒബ്ജക്റ്റ് ഡോട്ട് ക്ലോസ്. എക്സാമ്പിളിൽ പേര് കൊടുക്കുക fo.close. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും കഴിയും. ഇനി നമുക്കെങ്ങനെ റീഡ് ചെയ്യാം റൈറ്റ് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്തു, ഇനി റീഡ് ആൻഡ് റൈറ്റ്, ദെൻ ക്ലോസിംഗ്. അപ്പോൾ റീഡിങ് റൈറ്റിംഗ് ചെയ്യാനായി മെത്തേഡ്സ് ഉണ്ട്. അതിൽ ആദ്യത്തേത് റൈറ്റ് മെത്തേഡ്. സിൻടാക്സ് ഫയൽ ഒബ്ജക്റ്റ് ഡോട്ട് റൈറ്റ്, ദെൻ നമുക്ക് ഇഷ്ടമുള്ളൊരു സ്ട്രിങ്. ഒരു എക്സാമ്പിൾ നോക്കാം. fo is equal to open myfile.txt, ദെൻ ആക്സസ് മോഡ് w. അപ്പോൾ ഓപ്പൺ ചെയ്തു, രണ്ടാമത്തെ വരിയിൽ fo.write ഒരു സ്ട്രിങ് റൈറ്റ് ചെയ്യുന്നു. പൈത്തൺ ഈസ് എ ഗ്രേറ്റ് ലാംഗ്വേജ് എന്ന് നമ്മൾ അതിനകത്ത് റൈറ്റ് ചെയ്യുന്നു. പിന്നീട് നമ്മളതിനെ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ എങ്ങനെയാണ് റൈറ്റ് മെത്തേഡ് ഉപയോഗിക്കുന്നത്? ഒരു സ്ട്രിങ് പാസ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ റൈറ്റിംഗ് മോഡിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഫയൽ. ആക്സസ് മോഡ് ശ്രദ്ധിക്കുക. അപ്പോൾ ഓപ്പൺ ചെയ്യുന്നു, റൈറ്റ് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. ഇതാണ് റൈറ്റ് ചെയ്യാനുള്ള രീതി. ഇനി റീഡിംഗ് നോക്കാം. റീഡ് മെത്തേഡ്. ഒരു ഫയലിൽ റീഡ് ചെയ്യാനായി, ഫയലിൽ നിന്ന് റീഡ് ചെയ്യാനായി റീഡ് മെത്തേഡ് ഉപയോഗിക്കുന്നു. സിൻടാക്സ് ഫയൽ ഒബ്ജക്റ്റ് ഡോട്ട് റീഡ്, ദെൻ വി ക്യാൻ ഗിവ് എ കൗണ്ട്. എത്ര റീഡ് ചെയ്യണം എന്നുള്ള സൈസ് നമുക്ക് കൊടുക്കാൻ കഴിയും. അതിന് വേണ്ടിയിട്ടാണ് കൗണ്ട്. എക്സാമ്പിൾ നോക്കാം. fo.open foo.text, ടെക്സ്റ്റ് ഫയലിൻ്റെ പേരാണ് foo.text. അപ്പോൾ ഈ ടെക്സ്റ്റ് ഫയൽ നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കണം, നമ്മുടെ ഫയൽ ഫോൾഡറിൽ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുകയുള്ളൂ. ഇനി നമ്മുടെ ഫയൽ ഫോൾഡർ അല്ല, സിസ്റ്റത്തിൽ വേറെ എവിടെയെങ്കിലും ആണ് ടെക്സ്റ്റ് ഫയലെങ്കിൽ നമുക്കതിൻ്റെ പാത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ c/dir/foo.text എന്ന് കൊടുത്താൽ ഫുൾ പാത്ത് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെയും നമുക്ക് ഓപ്പൺ ചെയ്യാൻ കഴിയും. അപ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നമ്മുടെ പൈത്തൺ പ്രോഗ്രാം എവിടെയാണോ അവിടെ ഒരു ടെക്സ്റ്റ് ഫയൽ ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത്, ഡിസ്കിലുള്ള ഏതെങ്കിലും ഒരു ഭാഗത്ത് ഫയൽ ഉണ്ടായിരിക്കണം, അതിൻ്റെ പാത്ത് ഇവിടെ കൊടുക്കണം. അതിനുശേഷം ആക്സസ് മോഡ് r+. രണ്ടാമത്തെ വരിയിലാണ് റീഡ് ചെയ്യുന്നത്. str is equal to fo.read10, 10 സൈസിലുള്ള, അവിടെ കൗണ്ടാണ് 10, ആ സൈസിലുള്ള അത്രയും ബൈറ്റ്സിനെ റീഡ് ചെയ്ത് എടുക്കുന്നു. മൂന്നാമത്തെ വരിയിൽ ആ സ്ട്രിങ്ങിനെ, അവിടെ റീഡ് ചെയ്ത സ്ട്രിങ്ങിനെ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു.
നാലാമത്തെ വരിയിൽ അതിനെ ക്ലോസ് ചെയ്യുന്നു. f4.close ഉപയോഗിച്ചുകൊണ്ട് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് റീഡിംഗ് മോഡിൽ ഓപ്പൺ ചെയ്തുകൊണ്ട് ഒരു നിശ്ചിത കൗണ്ട് അല്ലെങ്കിൽ ബഫറിലുള്ള ഒരു ഡാറ്റ റീഡ് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം അതിന് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഇവിടെ അത് പ്രിന്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് റീഡിങ്ങും റൈറ്റിങ്ങും ഫയൽസിനകത്ത് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ f4.read 10 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ബൈറ്റ്സ് 10 മാത്രമേ റീഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 10 ബൈറ്റ്സ് മാത്രമേ ഔട്ട്പുട്ടിൽ കാണുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇഷ്ടം പോലെ അല്ലെങ്കിൽ എത്ര ബഫറിലുള്ളത് വേണമെങ്കിൽ റീഡ് ചെയ്യണമെങ്കിൽ അവിടെ സൈസ് കൊടുക്കാതെ ഓപ്ഷണലായിട്ട് വിടുക. അപ്പോൾ അതിന് റീഡ് ചെയ്യാവുന്ന അത്രയും കാര്യങ്ങൾ അവിടെ റീഡ് ചെയ്യാൻ കഴിയും. അതിനെ അവിടെ പ്രിന്റ് ചെയ്യും. അപ്പോൾ ബഫർ സൈസ് വലുതാണെങ്കിൽ ചിലപ്പോൾ അത് ഫയലിൻ്റെ എൻഡ് വരെയുള്ള കണ്ടൻസിനെ റീഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ 10 കൊടുത്തത്. അപ്പോൾ നമുക്ക് കൃത്യമായി അറിയാം എന്തൊക്കെ റീഡ് ചെയ്യണമെന്ന് അറിയണം. അത് മാത്രം കൊടുക്കുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ സിസ്റ്റത്തിൻ്റെ ബഫർ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ അത് ഇടാം. ഫയൽ റീഡ് റൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന 2 മെത്തേഡ്സ് ആണ് ടെൽ മെത്തേഡ്, സീക്ക് മെത്തേഡ്. ടെൽ മെത്തേഡ് ഇപ്പോൾ ഫയലിലെ പൊസിഷൻ ആണ് പറയുന്നത്. അതുപയോഗിച്ചുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നമ്മളുടെ ഇപ്പോഴത്തെ പൊസിഷൻ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമത്തേത് സീക്ക് മെത്തേഡാണ്. സീക്ക് മെത്തേഡ് ഉപയോഗിക്കുന്നത് ഇപ്പോഴുള്ള ഫയൽ പൊസിഷനിൽ നിന്നും വേറെ ഒരു സ്ഥലത്തേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ സീക്ക് മെത്തേഡിൽ 2 പാരാമീറ്റേഴ്സ് ഉണ്ട്. ആദ്യത്തേത് ഓഫ്സെറ്റ്, എത്ര ബൈറ്റ്സ് ആണ് മൂവ് ചെയ്യേണ്ടത് എന്നാണ് ഓഫ്സെറ്റ് ആർഗ്യുമെൻറ്റിൽ പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതുപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ഓഫ്സെറ്റ് 6 കൊടുക്കുകയാണെങ്കിൽ 6 പൊസിഷൻ മാറി അത് സെറ്റ് ചെയ്യും. ഇനി എവിടെ നിന്നാണ് അത് റീഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഫ്രം ആർഗ്യുമെൻ്റ് ഉപയോഗിച്ചാണ് മനസ്സിലാക്കുന്നത്. സീക്ക് മെത്തേഡിലെ രണ്ടാമത്തെ ആർഗ്യുമെൻ്റായ ഫ്രം ആർഗ്യുമെൻ്റ് സീക്ക് മെത്തേഡിൽ ഉപയോഗിക്കുന്ന ആർഗ്യുമെൻ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ് തീരുമാനിക്കുന്നത്. 0 കൊടുത്താൽ തുടക്കം മുതൽ ആണ് റീഡ് ചെയ്യുന്നത്. 1 കൊടുത്താൽ നമ്മളിപ്പോഴിരിക്കുന്ന പൊസിഷനിൽ നിന്നാണ്, ആ ഫയലിൻ്റെ ഇപ്പോഴത്തെ പൊസിഷനാണ് അവിടെ ഓഫ്സെറ്റ് ആയിട്ട് സീക്ക് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഫയലിൻ്റെ എൻഡ് ആണെങ്കിൽ എൻഡ് മുതലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ 2 കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ 3 ചോയ്സ് ഉണ്ട്. ഫ്രം ആർഗ്യുമെൻറ്റിന് 0, 1, 2 നമുക്ക് ഇഷ്ടമുള്ളത് സെറ്റ് ചെയ്യാൻ കഴിയും. ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്കൊരു ഫയലുണ്ട് abc.txt. അതിനകത്ത് കണ്ടന്റ് ഇത്രയേ ഉള്ളൂ, ഹലോ സ്പേസ് വേൾഡ്. ഇനി പ്രോഗ്രാം നോക്കാം. f ഓപ്പൺ abc.txt. ആ ഫയൽ ഓപ്പൺ ചെയ്യുന്നു. റീഡിംഗ് മോഡാണ്, അതിനെ സൂചിപ്പിക്കുന്നതാണ് r+. അടുത്ത ലൈനിൽ f.seek 6,0. ഇപ്പോൾ 6 സൂചിപ്പിക്കുന്നത് 6 പൊസിഷൻ മാറേണ്ടതുണ്ട്. 0 സൂചിപ്പിക്കുന്നത് ഫ്രം ദി ബിഗിനിങ് ഓഫ് ദി ഫയൽ, തുടക്കത്തിൽ മുതലാണ് നമ്മൾ നോക്കേണ്ടത്. അതുകൊണ്ടാണ് 0 സീക്ക് ഓപ്പറേഷൻ്റെ രണ്ടാമത്തെ പാരാമീറ്ററൈസ്ഡ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ h ആണ് 1 പൊസിഷൻ എന്ന് പറഞ്ഞാൽ അത് ഇയിലോട്ട് മാറും. 2 എന്ന് പറഞ്ഞാൽ എല്ലിലോട്ട് മാറും. 3 എന്ന് കൊടുത്താൽ അടുത്ത എല്ലിലേക്ക് മാറും. 4 എന്ന് കൊടുത്താൽ 0 അല്ല O.
5 എന്ന് കൊടുത്താൽ ആ സ്പേസിലോട്ട് മാറും, ആ 6 എന്ന് കൊടുത്താൽ ഡബ്ല്യൂയിലോട്ട് മാറും. അപ്പോൾ ഇപ്പോഴത്തെ പൊസിഷൻ ഫയലിൻ്റെ തുടക്കത്തിൽ നിന്നും 6 പൊസിഷൻ മാറി ഡബ്ല്യൂയിലേക്ക് പൊസിഷൻ ചെയ്യുന്നു. അതിനുശേഷമാണ് അടുത്ത ലൈനിൽ ലൈൻസ് ഈക്വൽ ടു എഫ് ഡോട്ട് റീഡ് ലൈൻസ് കൊടുക്കുന്നു. അപ്പോൾ ലൈൻസിനകത്തുള്ളത് ഡബ്ല്യു മുതലുള്ള കണ്ടൻസ് ആണ് ലൈൻസിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡബ്ല്യു മുതലുള്ള കണ്ടൻസ് എന്ന് പറഞ്ഞാൽ WORLD, ഇത്രയാണ് ലൈൻസിനകത്ത് നമുക്ക് എഫ് ഡോട്ട് റീഡ് ലൈൻസ് ഉപയോഗിച്ചുകൊണ്ട് കിട്ടുന്നത്. ഇനി അത് ലൂപ്പ് ഉപയോഗിച്ചുകൊണ്ട് പ്രിന്റ് ചെയ്യുന്നു. 4 ലൈൻസ് ലൂപ്പാണ്, ഫോർ ലൂപ്പാണ്, പ്രിന്റ് ചെയ്യുന്നു. അതിനുശേഷം എഫ് ഡോട്ട് ക്ലോസ് ഉപയോഗിച്ചുകൊണ്ട് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് സീക്ക് മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെയാണ് ടെൽ മെത്തേഡ് ഉപയോഗിക്കുന്നത്. പൊസിഷൻ ഈസ് ഈക്വൽ ടു എഫ് ഡോട്ട് ടെൽ. അപ്പോൾ ഫയലിൻ്റെ ഇപ്പോഴത്തെ പൊസിഷനാണ് പൊസിഷൻ വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ അത് പ്രിന്റ് ചെയ്യാവുന്നതാണ്, പ്രിന്റ് ഉപയോഗിച്ചുകൊണ്ട് പൊസിഷൻ പ്രിന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 2 വരികൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു വരി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫയലിൽ ഇപ്പോൾ നമ്മൾ ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത് എന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണ എഫ് ഡോട്ട് ടെൽ അല്ലെങ്കിൽ ടെൽ മെത്തേഡും സീക്ക് മെത്തേഡുമാണ് ഫയലിനകത്തുള്ള കണ്ടൻസിനെ സംബന്ധിച്ചും കൂടുതൽ പ്രോഗ്രാമറെ സഹായിക്കുന്നത്. പൈത്തൺ ലാംഗ്വേജിൽ റൈറ്റ് ചെയ്യുമ്പോഴും റീഡ് ചെയ്യുമ്പോഴും കുറച്ച് മെത്തേഡ്സ് കൂടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. റൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് റൈറ്റ് ലൈൻസ് എന്നൊരു മെത്തേഡ് കൂടി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ റൈറ്റ് മെത്തേഡ് കൂടാതെ ഉള്ളൊരു ഓപ്ഷനാണ് റൈറ്റ് ലൈൻസ് മെത്തേഡ്. ഇവിടെ കണ്ടൻസ് ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു മെത്തേഡാണ് റൈറ്റ് ലൈൻസ്. ഇവിടെ ഒരു ലിസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ കണ്ടൻസ് ആണ് ഒരു ഫയലിനകത്തോട്ട് റൈറ്റ് ചെയ്യുന്നത്. നേരത്തെ സ്ട്രിങ് ആണ്, ഇവിടെ ലിസ്റ്റ് ഒബ്ജക്റ്റ് ആണ്, അതിൻ്റെ കണ്ടൻസ് ആണ് റൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ 2 രീതിയിൽ നമുക്ക് റൈറ്റ് ഉപയോഗിക്കാൻ കഴിയും. ഇനി റീഡിങ്ങിലോട്ടാണെങ്കിൽ വേറെ 2 ഓപ്ഷൻ കൂടി ഉണ്ട്. ഒന്ന് റീഡ് ക്യാരക്ടേഴ്സ്. റീഡ് മെത്തേഡിനകത്ത് ഒരു പാരാമീറ്റേഴ്സ് ക്യാരക്ടേഴ്സ്. അവിടെ നമുക്ക് സ്പെസിഫൈ ചെയ്യുന്ന അത്രയും ക്യാരക്ടേഴ്സ് മാത്രം ഇപ്പോഴത്തെ പൊസിഷനിൽ നിന്നും നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ കഴിയും. രണ്ടാമത്തെ ഓപ്ഷൻ റീഡ് ലൈൻസ് ആണ്. അവിടെ കുറേയധികം ലൈൻസ് ഒരുമിച്ച് റീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അവിടെ റിട്ടേൺ ചെയ്യുന്നത് ഒരു ലിസ്റ്റ് ഒബ്ജക്റ്റ് ആണ്. അപ്പോൾ റൈറ്റ് ലൈൻസും റീഡ് ലൈൻസും റിട്ടേൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നത് ഒരു ലിസ്റ്റ് ഒബ്ജക്റ്റ് ആണ്. മറ്റുള്ളതെല്ലാം ക്യാരക്ടേഴ്സ് സ്ട്രിങ്സ് ആയിട്ടാണ് ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. f is equal to open myfile.txt or line is equal to f.read line. ഇവിടെ ലൈനിനകത്ത് myfile.txt എന്ന ഫയലിൽ ഒരു ലൈൻ റീഡ് ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ പോയിന്റർ അടുത്ത ലൈനിലേക്ക് പോയിന്റ് ചെയ്തുകൊണ്ട് നിർത്തുന്നു. ആ ലൈൻ പ്രിന്റ് ചെയ്യുന്നു. അതിനുശേഷം എഫ് ഡോട്ട് ക്ലോസ് ഉപയോഗിച്ചുകൊണ്ട് ഫയൽ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഫയൽ ഓപ്പൺ ചെയ്യുന്നു, ആദ്യ വരി റീഡ് ചെയ്യുന്നു, പ്രിന്റ് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. ഇത്രയുമാണ് ഈ ഒരു പ്രോഗ്രാമിൽ എക്സാമ്പിളിൽ നടക്കുന്നത്. ഇനി നമുക്ക് വേറെ രീതിയിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. വേറെ എക്സാമ്പിൾ നോക്കാം. f is equal to open then ഡിയിലുള്ള ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം എഫ് ഡോട്ട് റീഡ് ലൈൻ ഉപയോഗിച്ചുകൊണ്ട് ലൈനിലോട്ട് ലൈൻ പ്രിന്റ് ചെയ്യുന്നു, എടുക്കുന്നു. അതിനുശേഷം ഒരു വൈൽ ലൂപ്പ് ഉപയോഗിക്കുന്നു. വൈൽ ലൈൻ നോട്ട് ഈക്വൽ ടു സിംഗിൾ കോട്ട്സ് 2 ഇട്ടാൽ അവിടെ നമുക്ക് ഫയലിൻ്റെ എൻഡ് ഓഫ് ഫയൽ എടുക്കാൻ കഴിയുന്നു.
അതിനുശേഷം പ്രിൻ്റ് ചെയ്യുന്നു, അടുത്ത ലൈൻ റീഡ് ചെയ്യുന്നു. അപ്പോൾ ഒരു വൈൽ ലൂപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫയലിലെ ഓരോ ലൈനും നമ്മൾ റീഡ് ചെയ്ത് എടുക്കുന്നു. അവസാനം പൊസിഷൻ എൻഡ് ഓഫ് ഫയലിനെ സൂചിപ്പിക്കുന്ന ക്യാരക്ടറിലെത്തുന്നു. അപ്പോൾ അതുവരെ വൈൽ ലൂപ്പ് അവിടെ വർക്ക് ചെയ്യുന്നു. അതെത്തുമ്പോൾ വൈൽ ലൂപ്പിൽ നിന്നും എക്സിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഫയലിലെ മൊത്തം കണ്ടൻസ് നമുക്ക് ഡോട്ട് റീഡ് ലൈൻ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എടുക്കാൻ കഴിയുന്നു. ഫയലിലെ കണ്ടൻസ് റീഡ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു രീതി ഇതാണ്. കാരണം ഓരോ ലൈനായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും, എവിടെ വേണമെങ്കിലും കൺട്രോൾ ചെയ്യാനും കഴിയും, പൊസിഷൻ ചെയ്യാനും കഴിയും. അതോടൊപ്പം തന്നെ ഓരോ ലൈനും എടുക്കുന്നത് കൊണ്ട് അതിൻ്റെ എൻഡ് വരെയും പോകാനും നമുക്ക് എളുപ്പത്തിൽ ഇതുവഴി കഴിയുന്നതാണ്. ഇത് വളരെ എളുപ്പത്തിൽ റീഡ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമാണ്. ഇവിടെയും നേരത്തെ മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഒരു ഫയൽ ഓപ്പൺ ചെയ്യുന്നു, ഓപ്പൺ ഉപയോഗിച്ചുകൊണ്ട്, അതിനുശേഷം ഒരു ലൂപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഓരോ ലൈനും നമ്മൾ എടുക്കുന്നു, പ്രിൻ്റ് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഫയലിലെ കണ്ടൻറ്റ് മുഴുവൻ അവിടെ വളരെ എളുപ്പത്തിൽ പ്രിൻ്റ് ചെയ്ത് വരുന്നു. ഇത് ഒരു കണ്ടൻറ്റ് അപ്പൻഡ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ ഈ എക്സാമ്പിളിൽ A+ എന്നൊരു മോഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാം റീഡ് റൈറ്റിലെല്ലാം നമ്മൾ RW എല്ലാമാണ് കൊടുത്തത്. എന്നാൽ W കൊടുക്കുമ്പോൾ ഒരു പ്രശ്നമുള്ളത് റൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോഴുള്ള കണ്ടൻസിന് മുകളിൽ കൂടിയാണ് അത് കണ്ടൻസിനെ റൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള കണ്ടൻസ് നഷ്ടപ്പെടാൻ അത് ഇടവരുത്തുന്നു. എന്നാൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഒരു കണ്ടൻറ്റ് ആഡ് ചെയ്യുകയാണ് വേണ്ടത്. താഴെ പോയി കുറച്ച് ടെക്സ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും അപ്പൻഡ് ചെയ്യുകയാണ് വേണ്ടത്, ആഡ് ചെയ്യുകയാണ് വേണ്ടത്. കണ്ടൻസ് നമുക്ക് നഷ്ടപ്പെടാൻ ഇടവരുത്താതെ ചെയ്യാനായി നമുക്ക് A+ എന്ന മോഡ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ മോഡിനകത്ത് ഇത് കണ്ടിരുന്നു. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? F = ഓപ്പൺ, ഒരു ഫയലിൻ്റെ പേര് A+ കൊടുക്കുക. അതിനുശേഷം റൈറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ. അതോടൊപ്പം തന്നെ റീഡ് ചെയ്യാനും A+ ഉപയോഗിച്ചുകൊണ്ട് കഴിയും. അപ്പോൾ അപ്പൻഡ് ചെയ്യാനും റീഡ് ചെയ്യാനും നമുക്ക് വേണ്ടി വരുന്ന സാഹചര്യത്തിൽ A+ എന്നുള്ള മോഡ് ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ വരിയിൽ റൈറ്റ് ചെയ്യുന്നുണ്ട്, മൂന്നാമത്തെ വരിയിൽ അത് ഒരു ലൈൻ റീഡ് ചെയ്യുന്നുണ്ട്. റീഡ് ചെയ്തവിടെ പിന്നെ പ്രിൻ്റ് ചെയ്യുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ വരിയിൽ റീഡിങ്ങും മൂന്നാമത്തെ വരിയിലെ റൈറ്റിങ്ങും മൂന്നാമത്തെ വരിയിലെ റീഡും ഒരുമിച്ച് നടത്താനായിട്ടാണ് ഇവിടെ A+ എന്നുള്ള മോഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏത് പ്രോഗ്രാം ഉപയോഗിക്കുകയാണെങ്കിലും നമ്മളിങ്ങനെ കൃത്യമായ രീതിയിൽ മോഡ് കൊടുക്കണം. ആ 12 മോഡുകളിൽ തൊട്ട് മുൻപത്തെ 7 ടൈപ്പുള്ള നോക്കിയിട്ട് നമ്മൾ തീരുമാനിക്കണം ഏത് 12 മോഡിൽ ഏത് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ആ സാഹചര്യം നോക്കി വേണം നമ്മൾ കൃത്യമായിട്ട് ഇവിടെ ഫയലിനകത്തുള്ള മോഡ് ഉപയോഗിക്കാൻ. ഇനി നമുക്ക് ബൈനറി ഫയൽ എങ്ങനെ ചെയ്യുന്നത് എന്ന് നോക്കാം. നമുക്കറിയാം പൈത്തണിനകത്ത് ഫയൽ പോലെ തന്നെ നമുക്ക് ബൈനറി ഫയൽ ഉപയോഗിക്കാൻ കഴിയും. സാധാരണ ടെക്സ്റ്റ് അല്ലാത്ത ക്യാരക്ടേഴ്സാണ് ബൈനറി ഫയലിനകത്ത് വരുന്നത്. ഇമേജ് പോലെയുള്ള കാര്യങ്ങൾ നമുക്കിവിടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എന്നാൽ അത് റീഡ് ചെയ്യുമ്പോഴും റൈറ്റ് ചെയ്യുമ്പോഴും കുറച്ച് വ്യത്യാസങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഈ എക്സാമ്പിളിൽ കുറച്ച് നമ്പേഴ്സ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഈ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിനെ ആദ്യം ഒരു ബൈറ്റ് അറേ ആയി കൺവേർട്ട് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടാണ് ARR = ബൈറ്റ് അറേ NUM കൊടുത്തിട്ടുള്ളത്. അപ്പോൾ NUM-ലുള്ള ലിസ്റ്റിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ബൈറ്റ് അറേ ആക്കുന്നു റൈറ്റിങ്ങിന് മുമ്പായി. അതിനുശേഷം ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട്, ബൈറ്റ് അറേ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനുശേഷമാണ് റൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഫയലിലോട്ട് റൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്
ബൈനറി ഫയലിലോട്ട് റൈറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അവിടെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ് ബൈറ്റ് അറേ. ഇത് റീഡിംഗ് ആണ്. f = open bn file.bin reading rb ആണ്. റീഡിംഗ് ഫോർ ബൈനറി ഫയലിനെ സൂചിപ്പിക്കുന്ന മോഡ് rb ഉപയോഗിക്കുന്നു. num = list f.read. അപ്പോൾ ലിസ്റ്റിനെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലിസ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റീഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ റീഡ് ചെയ്ത കണ്ടൻസിനെ ലിസ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഔട്ട്പുട്ട് റീഡ് മെത്തേഡിൻ്റെ ഔട്ട്പുട്ടാണ് ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് പിന്നീട് അടുത്ത വരിയിൽ അതിനെ പ്രിൻ്റ് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബൈനറി ഫയലിന് നമ്മൾ റീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് റീഡ് മെത്തേഡും അതുപോലെ ലിസ്റ്റ് ഫംഗ്ഷനുമാണ്. റീഡ് മെത്തേഡും ലിസ്റ്റ് ഫംഗ്ഷനും ഉപയോഗിച്ചുകൊണ്ട് ടെക്സ്റ്റ് അല്ലാത്ത ഒരു കണ്ടന്റിനെ ബൈനറി ഫയലിൽ നിന്നും നമ്മൾ റീഡ് ചെയ്ത് എടുക്കുന്നു. അപ്പോൾ കുറച്ചധികം മെത്തേഡ്സ് ഇവിടെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയും. അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഫയൽ കണ്ടൻസിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. ഇത്രയുമാണ് ഫയൽ ഒബ്ജക്റ്റിൽ ഉപയോഗിക്കുന്ന മെത്തേഡ്സ്. ഫയൽ ഡോട്ട് ക്ലോസ് അതാണ് ഫയലിനെ ക്ലോസ് ചെയ്യുന്നത്. ഇന്റേണൽ ബഫറിനെ ഫ്ലഷ് ചെയ്യാനായിട്ട് നമുക്ക് ഫയൽ ഡോട്ട് ഫ്ലഷ് ഉപയോഗിക്കാം. നെക്സ്റ്റ് ഫയൽ ഉപയോഗിക്കുന്നത് അടുത്ത ലൈനിലോട്ട് മൂവ് ചെയ്യാനായിട്ടാണ്. ഒരു ലൈനിൽ നിന്നും അടുത്ത ലൈനിലേക്ക് മൂവ് ചെയ്യാനായിട്ടാണ് നെക്സ്റ്റ് ലൈൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു മെത്തേഡ് കൂടി ഉണ്ട്. ഫയൽ ഡോട്ട് റീഡ് ഉപയോഗിച്ചുകൊണ്ട് റീഡ് ചെയ്യുന്നു. സൈസ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. റീഡ് ലൈൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ലൈൻ മൊത്തം നമുക്ക് റീഡ് ചെയ്യാൻ കഴിയും. റീഡ് ലൈൻസ് ഉപയോഗിച്ചുകൊണ്ട് എൻഡ് ഓഫ് ഫയൽ വരെയുള്ള മൊത്തം ലൈൻസിനെ എടുക്കാൻ കഴിയും. സീക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു ഫയലിലെ കറണ്ട് പൊസിഷൻ നമുക്ക് സീക്ക് ചെയ്തെടുക്കാൻ കഴിയും. അതിനെ റിട്ടേൺ ചെയ്യാനായിട്ട് ഫയൽ ഡോട്ട് ടെൽ ഉപയോഗിക്കുന്നു. റൈറ്റ് ഒരു കണ്ടന്റ് റൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ റൈറ്റ് മെത്തേഡ് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഫയൽ മെത്തേഡ്സ്. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് പൈത്തൺ പ്രോഗ്രാമിങ്ങിലെ എല്ലാ ഫയൽ റീഡ് റൈറ്റ് ഓപ്പറേഷൻസും ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഡിഫറെൻറ്റ് മോഡ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്.